വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നിങ്ങൾ ഒരിടം വരെ പോവുകയാണ്. അപ്പോൾ രാവിലെ മോൾ അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒരുങ്ങി എല്ലാം റെഡിയായി കേട്ടോ. ഇനി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങൾ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം മോൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ ഗണപതി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ യാത്രയാണ്. രാവിലെ ഒരു 7 മണി അടുപ്പിച്ചായി നമ്മളിവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക്. അപ്പം ഞങ്ങൾ പോവുക കേട്ടോ. അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും കയറിയിരുന്നു. സീറ്റ് ബെൽറ്റൊക്കെ ഇടുകയാണ്. പിന്നെ അതിന് ശേഷം മോക്ക് ഒരിടം വരെ പോകാനും ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്. അപ്പം ഞങ്ങൾ കയറിയിരുന്ന് ഞങ്ങൾ വണ്ടിയിലിരുന്ന് യാത്രയായി ഇവിടുന്ന് പോകുന്നുണ്ട്. മോൻ മടിയിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മോൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മോക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം, അവളൊരു ടെൻഷനിലിരിക്കുകയാണ്. മോക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അവൾ പ്രാക്ടീസിന് പോകാൻ കേട്ടോ. അപ്പം നേരെ താമസിക്കും. അവൾക്ക് 8 മണിക്ക് കുളമ്പട എന്നും വണ്ടി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മൂഡിലാണ് അവൾ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. താമസിച്ച് പോയതുകൊണ്ടൊരു വിഷമത്തിലിരിക്കുകയാണ് ആൾ. എന്നാലും ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്, വലിയ പുഞ്ചിരിയൊന്നും ഇല്ല. അങ്ങനെ ക്ഷേത്രം എത്തി കേട്ടോ. ക്ഷേത്രം എത്തിയപ്പോഴത്തേക്ക് അമ്പലക്കുളമാണ് കേട്ടോ. ക്ഷേത്രത്തിൽ അമ്പലക്കുളമാണ്. അപ്പോൾ അവിടെ പാർക്കിംഗ് ഏരിയയൊക്കെ ഇല്ല, അപ്പോൾ വളരെ കുറവാണ്. അങ്ങനെ പാർക്ക് ചെയ്യാൻ ഇങ്ങനെ നോക്കി പോവുക. സൈഡിലെല്ലാം കുഞ്ഞ് 2 വീലറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ കൊച്ചു കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് എത്തി കേട്ടോ. ഇതാണ് ഫ്രണ്ടിൻ്റെ ഇവിടെ ആർച്ച് ഉണ്ട്. നമ്മളിവിടെ ഒതുക്കാൻ നോക്കി, പക്ഷേ എവിടെയും പറ്റിയില്ല. പിന്നെ നോക്കിയപ്പോൾ കാണാനുണ്ട് ഫ്രണ്ടിൻ്റെ ആർച്ച്, നമ്മൾ അമ്പലത്തിൻ്റെ ആർച്ചാണ്. അപ്പോൾ നമ്മൾ ആ ആർച്ചും കഴിഞ്ഞ് പിന്നെ ഒരുപാട് അങ്ങ് താഴെയാണ് വണ്ടി കൊണ്ടിട്ട്. പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതുകൊണ്ടേ റോഡരിയിൽ സൈഡിലാണ് കൊണ്ടിട്ട്. അവിടെയൊക്കെ നോക്കുക നമ്മൾ പാർക്കിംഗ് ഏരിയ ഉണ്ടാകുന്നു. ഇവിടെ എങ്ങും പാർക്കിംഗ് ഏരിയ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ താഴെ കൊണ്ടിട്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെല്ലാവരും തിരിച്ച് നടക്കുക. അച്ഛൻ മുമ്പേ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോണ്. പിറകെ ഞങ്ങളും വരുന്നുണ്ടേ. അച്ഛനെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. മക്കളെ അച്ഛനെ ഞാൻ അങ്ങനെ അച്ഛനെന്ന് ഉദ്ദേശിച്ചാണ് വിളിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അപ്പം ഞങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി. അമ്പലത്തിനകത്ത് കയറുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വെളിയിലിറങ്ങി നമ്മൾ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഇറങ്ങി. അവരെല്ലാം അങ്ങ് മുമ്പേ നടന്നു. ഞാൻ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് പിറകെ നടന്നു വരിക. പിന്നെ അച്ചുവിൻ്റെ അടുത്ത് വന്ന് അച്ചുവിനെ വിളിക്കുകയാണ് കേട്ടോ. പ്രാക്ടീസ് സ്ഥലത്തുനിന്ന് വിളിക്കണം. അപ്പോൾ അതിനൊരു വിഷമത്തിൽ അവൾ നിൽക്കുന്നു. വഴക്കുറയൂ ഇല്ലേ എന്നുള്ളൊരു വിഷമത്തിൽ നിൽക്കുകയാണ് കക്ഷി. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി നടന്ന്. അപ്പോഴത്തേക്കാണ് മോൻ്റെ ഉണ്ണിയപ്പം മേടിക്കാൻ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം മോൻ അതിലേ പോയി ഉണ്ണിയപ്പമൊക്കെ മേടിച്ച് കാറിൽ പോയി ഇരുന്നിട്ട് ഞങ്ങളെ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കാറിൽ വന്ന് കയറി ഞങ്ങൾ തിരിച്ച് കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളിനി എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനുള്ളിടം ഇവിടെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാവ അതിനകത്തിരുന്ന് ഉണ്ണിയപ്പമൊക്കെ തീറ്റി തുടങ്ങി കേട്ടോ. വിശപ്പായ ആളിന് ഉണ്ണിയപ്പമൊക്കെ തിന്ന് അമ്മയും മോനും കൂടെ തീറ്റി തുടങ്ങി. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാണ് ബർത്ത്ഡേക്കാരൻ. അപ്പം ബർത്ത്ഡേക്കാരനും കഴിക്കുന്നുണ്ട്, അച്ഛൻ കഴിക്കുന്നുണ്ട്, എല്ലാവരും കഴിച്ചു കേട്ടോ. ഞാനും കഴിച്ചു ഒരെണ്ണം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറി. അപ്പോൾ അച്ഛന് ഫുഡ് വേണ്ട കേട്ടോ. അച്ഛനും അവിടെ ഫുഡുണ്ട്, പ്രാക്ടീസ് സ്ഥലത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ നമ്മൾ 4 പേര് ഇറങ്ങി ഫുഡ് കഴിച്ചു. അതിൽ ഞങ്ങൾ പെറോട്ടയും മേടിച്ച്, മോന് ദോശയും മേടിച്ച്. അങ്ങനെ കറി കൂട്ടി. അവിടെ എന്ന് വെച്ചാൽ കിഴങ്ങ് കറിയും കടലക്കറിയും മുട്ടക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് 3-ൽ ഓരോന്ന് ഞങ്ങൾ മേടിച്ച് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. തിരിച്ച് വന്നപ്പോൾ ആൾ ഇങ്ങനെ വിഷമത്തിൽ ഇരിക്കുകയാണ്. അവിടെ എത്താനുള്ള ഇതിൽ വഴക്കുറയോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇനി അവളെ പ്രാക്ടീസ് സ്ഥലത്തേക്ക് പോകുന്ന രംഗമാണ്. അപ്പം അതിനിടയിൽ വെച്ച് എൻ്റെ വെളിഭാഗം നല്ല കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ കാഴ്ചയില്ല, ഇച്ചിരി മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുത്ത്
അങ്ങനെ വീഡിയോ എടുത്ത് ഞങ്ങൾ ആളിരിക്കുന്നുണ്ട്. കക്ഷി ഒരു വിഷമത്തിൽ ഇരിക്കുകയാണ് അവിടെ തന്നെ പ്രാക്ടീസ് സ്ഥലത്ത്. നമ്മൾ കൊണ്ടാക്കിയിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചില്ല കേട്ടോ. ഫോണിഞ്ഞ് കാറിനകത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പിന്നെ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തി എല്ലാവരും കയറി പോകണം. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും കയറി. അവർ മുമ്പേ അങ്ങ് കയറി. അങ്ങനെ ഞാനും കയറി. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും.